ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രേസി ലേസി പ്രിൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പം ഞാനിന്നൊരു സോളോ ട്രാവൽ അല്ലെങ്കിൽ ട്രിപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നു. അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അത് കളക്ട് ചെയ്യാൻ വേണ്ടി ഒറ്റയ്ക്ക് പോവുകയാണ്. അതിനാണ് സോളോ ട്രിപ്പ് ചുമ്മാ ഒന്ന് ഇതിൽ വേണ്ടിയിട്ടിരിക്കണം. അപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. എൻ്റെ ഫസ്റ്റ് ട്രെയിൻ ഞാൻ അതിനെ നഷ്ടപ്പെടുത്തി. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ താഴോട്ട് ഇങ്ങനെ ജസ്റ്റ് വന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചു. അപ്പോഴത്തേക്കും ട്രെയിൻ വന്നു. ട്രെയിൻ ഓൾറെഡി നേരത്തെ വന്ന് കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നി. അങ്ങനെ ഞാൻ അവിടുത്തെ ഹനോവറിലെ പാനോഫിലെത്തി. ഇനി നമുക്ക് സെക്കൻഡ് ട്രെയിൻ കയറണം. അതിന് 1 മണിക്കൂർ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം. ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് കൺഫ്യൂഷൻ കാരണം പ്ലാറ്റ്ഫോം ഭയങ്കര കൺഫ്യൂഷനായിപ്പോയി. പണ്ടത്തെ ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പോഴത്തേക്കും പിന്നീട് എനിക്ക് കാര്യം പിടികിട്ടി. പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് 1-2 അബദ്ധങ്ങളൊക്കെ പറ്റി. പക്ഷെ അത് എൻ്റെ ഭാഗത്തെ ഫോൾട്ടായിരുന്നു. അത് ഞാൻ കുറച്ചും കൂടി സീരിയസ് ആവണം, മെച്ചോർഡായിട്ട് ചിന്തിക്കണമായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള അനുഭവം ബുദ്ധി പോയില്ല. പിന്നീട് അത് മറ്റുള്ളവർ പറഞ്ഞപ്പോഴാണോ അയ്യോ അത് എൻ്റെ ഭാഗത്തെ തെറ്റാണ്. ഇവിടെ വന്നപ്പോൾ മനസ്സിലായി നമ്മൾ ഒരുപാട് കരുണ കാണിക്കാൻ പാടില്ല. നമ്മൾ ഭയങ്കര പാവം കാണിക്കുമ്പോൾ നമ്മളതിൽ യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായി. പിന്നെ വിശന്നു. അങ്ങനെ നമ്മൾ മെക്ഡൊണാൾഡ്സിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ കോള ഞാൻ ട്രെയിനിൽ കയറിയതിന് ശേഷമാണ് കുടിച്ചത്. വീടത്തെ സമയമാകുമ്പോഴത്തേക്കും കുടിച്ച് തീരും. ഞാൻ അവിടെ ചെന്ന് കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. തണുപ്പാണെങ്കിലും പേടിച്ചെനിക്ക് കോളൊക്കെ ഇങ്ങനത്തെ ടൈമിൽ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ട്രെയിൻ കയറി. 3ാമത്തെ സ്റ്റോപ്പായിരുന്നു. ഒരുപാട് ദൂരമൊന്നുമില്ല. അപ്പം നമ്മളവിടെ അത് കയറി. ഞാൻ മുടിയൊക്കെ ജസ്റ്റ് ഒതുക്കി വീഡിയോ എടുക്കണം, എങ്ങനെയാണ് എടുക്കേണ്ടത് ആ ഒരു അനുഭവം എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് നോക്കുകയാണ്. അപ്പം ഞാൻ അടുത്ത സ്റ്റോപ്പാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുമ്പേ പോയി നിന്നു. കാരണം എൻ്റെ കൂടെ ഞാൻകാർ ഇറങ്ങാനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് ഞാൻ വന്ന ട്രെയിൻ. അങ്ങനെ നമ്മളിവിടെ ഇറങ്ങി. എനിക്ക് ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ വന്ന് കുറേ റീലൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീടൊക്കെ എത്തി. നല്ല അടിപൊളി ഹോംലി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അവിടെ നിന്ന് കഴിച്ച് ഞാൻ തിരിച്ചിറങ്ങുകയാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ റൂം. അപ്പോൾ തിരിച്ച് സാധനമൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് പോകുകയാണ്. അപ്പം പോകുന്ന വഴിക്ക് പുറത്ത് നല്ല തണുപ്പുണ്ട്. തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പ്. എൻ്റെ മൂക്കൊക്കെ നല്ല ചുമന്ന്. ശരിക്കും ഈ സമയത്ത് പുറത്ത് പഠിക്കാൻ പോകുന്നവരെയും ജോലിക്ക് പോകുന്നവരെയും ഞാനൊന്ന് നമിച്ചു. കാരണം അത് രാവിലെയൊക്കെ എണീച്ച് പോകുന്നവരൊക്കെ സത്യം കഷ്ടം തോന്നി. ഇനി ജോലിക്കൊക്കെ ഈ ടൈമിലൊക്കെ പോകണമല്ലോ എന്ന് ആലോചിച്ചു. പിന്നെ ഈ സ്ഥലം വളരെ നല്ലതായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ റീലും എന്തൊക്കെയോ ഐഡിയാസ് ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഞാൻ ചെയ്തില്ല. കാരണം ഞാൻ തിരിച്ചെത്തി. ഒരുപാട് രാത്രി ആയതാലും വൈകിട്ട് 4 മണിയൊക്കെ ആയതേ ഉള്ളൂ. 5 മണിയൊക്കെ ആയതാണ്. അപ്പോഴത്തേക്ക് ഇരുട്ട് വീണു. നല്ല മഞ്ഞായിരുന്നു, മൂടൽ മഞ്ഞായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.